സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത്? ഏകദേശം ഒരു 12 മണിക്ക്. അല്ല, CM-നെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. CM അല്ല, ഈ കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിലെ സേവിയറും ടീമുമാണ്. ചോദിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ചോദ്യം പറഞ്ഞു തരുന്നത് പോലീസ് മന്ത്രി തന്നെ. രാത്രി 12 മണിക്ക് സാർ ആ വീട്ടിൽ ചെന്നിരുന്നുവെന്ന് സാർ തന്നെ ഇപ്പൊ പറഞ്ഞു. അതേ രാത്രി 1:30 മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിലെടുക്കാൻ ഈ മൊഴി ധാരാളം. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയെന്നാണ് ഞാൻ പറഞ്ഞത്. CM വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുക. സാറ് രാത്രി തന്നെ ആ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിന്റെ ഈ തെളിവുകളില്ലല്ലോ. പിന്നെ പിറ്റേന്ന് മായാപിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോ ഉച്ചയ്ക്ക് 12 മണിയായിരുന്നില്ല, രാവിലെ 8:30 മണിയാണ് അല്ലേ? ഏഴ് 10 മായാപിള്ളയ്ക്ക് മാത്രമേ ജീവനില്ലാതെ പോയിട്ടുള്ളൂ. ഓടുന്ന അവരുടെ ടൈം പീസിൽ സമയം 7:10. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 12 മണിയല്ല, 7:10 സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇതുപോലെ. അതിനു മുമ്പ് രാത്രി 12 മണിക്കും സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും. അവന്റെ ഉണ്ണിപ്പൂ കാണിച്ചപ്പോ താനങ്ങ് വരണ്ടു പോയല്ലേ? ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ അപ്പിയും തിന്നേച്ച് വന്നു നിൽക്കുന്നത് മക്കുണൻ. പണ്ട് രാജനിരത്തിൽ കിടന്ന് വാത്സ്യായനം കളിച്ചത് എക്സംപിക്ക് ഓർമ്മയുണ്ടോ? അന്ന് വിരുദ്ധന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടുന്ന് ഊരിക്കൊണ്ടു പോരാനും ഈരോവേശം കൊടുത്തവളെ രായ്ക്ക് രാമായണം തീവണ്ടി കയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആടെ ഉണ്ണിപ്പ് കൊണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? മുണ്ടാനൊന്നുമില്ല, മുണ്ട് മുറുക്കി കളിക്കാനാ പോണേ. എന്ത് കളിയാ? കോലി കളിയാ? നിങ്ങളൊന്ന് കാര്യം പറയേണ്ട മുസ്ലിയാരെ. അതിന് ഞമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. കേരളം കത്തണം. വടക്ക് നിന്ന് തെക്ക് വരെ ഞമ്മളെ വകയൊരു പദയാത്ര. ഇത് കാസർഗോഡ് നിന്ന് പാറശാല വരെ ഞമ്മൾ നടന്നു തീരുമ്പോ എന്റെ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും. മനസമാധാനായിട്ട് മുഖ്യമന്ത്രി കസേരമേ ഇരുന്ന് നാട് ഭരിക്കൂല. വളവളാന്ന് വായിത്തരിക്കാതെ കാര്യങ്ങൾ എങ്ങനെ നടത്തുന്നു പറ. കേൾക്കുമോനെ, മൗലവിയുടെ തിരോധാനം, തിരൂരങ്ങാടി ഗഫൂറിന്റെ പുതിയ ഖുർആൻ വ്യാഖ്യാനം, പിന്നെ കാലടിയില് സ്വാമിമാർക്ക് സംസ്കൃതത്തിലെ സർവകലാശാലയൊക്കെ ആവാണെങ്കിൽ ഗുരുവായൂരിലോ ശബരിമലയിലോ ഞമ്മക്കും വേണം ഒരു അറിവ് കലാശാല. ഏത് മലബാറിൽ തുടങ്ങാൻ ആദ്യം വെടി ഞങ്ങൾ തന്നെ നയിച്ചു ആ പദയാത്ര. തൃശ്ശൂരും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പദയാത്രയ്ക്കെതിരെ നാടൻ ബോംബ് എറിയാൻ നമുക്ക് ആളെ ഏർപ്പാടാക്കാം. എന്താ മുസ്ലിം അതിന് മുമ്പേ നമ്മളെ നിൽക്കുന്നത്? നമ്മളെ തിരിച്ചറിയാവുന്നവർ വേണം എറിയാനാക്കാൻ. ആ നിസ്കാരത്തലമ്പിന്റെ കീഴില് ഒരു ചന്ദനപ്പൊട്ടും കുങ്കുമവും തൊട്ടാ തങ്ങളെ തങ്കപ്പനാവും, മൂസ മുരുകനാവും, മുസ്തഫ മുകുന്ദനാവും. മതി മോനെ, എന്റെ അച്ഛനെയും പെട്ടും. ഗുരുവായൂരപ്പൻ കരിഞ്ഞു കൊടുത്ത പ്രസാദമല്ലേ? വലിയ നമ്പുരാൻ തമ്പരാൻ പോകുന്നുണ്ട്, വന്നിട്ട്. ചീഫ് മിനിസ്റ്റർ ആദ്യം വയനാട് സാർ. ഇരിക്കാം. നമ്മെ ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. തൃപ്തിയായി കേട്ടോ. വരണമെന്നും അവിടുത്തെ ഒന്ന് കാണണമെന്നും ആഗ്രഹം തോന്നി. നാം ഒരു കൂട്ടം പറഞ്ഞാൽ നീരസം തോന്നരുത്. എന്താണോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനിഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത്. അതിനെപ്പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു അല്ലേ? തന്റെ കണ്ണുകൾ നാം ശ്രദ്ധിച്ചു. അതിൽ കനലുണ്ട്, തീക്കനൽ. അത് കടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം. തകർപ്പവൻ ആരായാലും അവൻ തകർന്നതുവരെ പകരം വിട്ടണം. മനസ്സ് മതി എന്ന് പറയുന്നവരെ ശിക്ഷിക്കണം.
പണ്ട് നാട് ഭരിച്ചിരുന്ന ഈ പഴയ മഹാരാജാവിന് ഇപ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: നമ്മുടെ നാടിനെയും പ്രജകളെയും കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെടുത്തുന്നവന് കഠിനമായ ശിക്ഷ കൊടുക്കണം. ശിക്ഷിക്കാൻ തമ്പുരാൻ. മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് തന്നെ അനുവാദം വാങ്ങുന്ന പോലെ അങ്ങയോട് അനുവാദം ചോദിക്കുക. തെറ്റ് ചെയ്ത പ്രജാപതികളെ ശിക്ഷിക്കുമ്പോൾ ഈ മനസ്സ് വേദനിക്കരുത്. വേദനിച്ചാലും അങ്ങനെ ശപിക്കാം. ശപിക്കുകയോ? വിജയം നേരുന്നു. ഞാനങ്ങോട്ട് പോയി വരൂ. മന്ത്രി രാജാവിനെ തേടി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. മിടുക്കൻ. സമ്പ്രദായങ്ങളൊന്നും താൻ തെറ്റിച്ചില്ല. ഗുഡ്. ക്ഷണിക്കാതെ വേണം അതിഥിക്ക് ആതിഥേയന്റെ മനസ്സ് പോലെയാണ് ആതിഥ്യം. ബോധത്തോടെ അല്ലെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ മനസ്സ് പോലെ തന്നെ ചീഞ്ഞതാണ് നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ പാലസിന്റെ പവിത്രത നിനക്കറിയില്ല. വീട് നിനക്കറിയില്ല. രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം. ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ്. ആ പൂമേനിയിൽ പൂഴി മണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാരപ്പട്ടാളക്കാർ. നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ്. പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരും. സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി, ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമദിവ്യൻ. മണ്ണിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. നിന്റെ ഓരോ പര്യായങ്ങളും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ. അറിവിന്റെ കെട്ടുവെച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഞാൻ വന്നത് നീ ഓടിച്ചു കളഞ്ഞ ഈ കാലൊന്നും നിന്നെ കാണിക്കാന്. പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ. നാളെ നിനക്കിത് ആവശ്യം വരും. പഴയ IPS-കാരനല്ലത് പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ. സംസ്ഥാന മുഖ്യമന്ത്രി? ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും മന്ത്രിവർഗം വിഡ്ഢികളാ. തന്നെ പോലെ ൂലിട്ട് പാളത്താറ് കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല. അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എനിക്ക് നീ തന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരും. പലിശ അടക്കം. കഴിയുമെങ്കിൽ നിനക്കെന്നെ നേരിടാം. കാണാം. ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ്. പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു. ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ, സ്പെഷ്യലൈസ്ഡ് ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ, എ ഷാർപ്പ് ഷൂട്ടർ. എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം. ആദ്യക്ക് ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി ടീം ഉണ്ടായിരിക്കണം. അതിന്റെ ഇൻചാർജ് സേവർ ആയിരിക്കും. ആദ്യയുടെ ഔട്ട് സ്റ്റേഷൻ പ്രോഗ്രാമും ടൂറും ഈവൻ പേഴ്സണൽ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിലെ സെക്യൂരിറ്റി ചാർജ് അവിടേക്കും. ശരി സാർ. CM-ന്റെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് നേരത്തെ എത്തണം സാർ. മോണത്തിൽ നിന്ന് ഞാൻ RDO തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്കാവില്ല. കൊടുത്തു തീർക്കാനും ഒടുക്കി ഒതുക്കാനും ഒരുപാടുണ്ട്. അടിച്ചുറച്ച കാലിന്റെ ശക്തിയും വീര്യവും ആദ്യയുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതിനാണ് I don't want him to come back. ഓരോ നുറുക്കി 1,16,16 കഷണങ്ങളാക്കി കത്തിച്ച് ചാമ്പലാക്കി അടയ്ക്കാത്തോട്ടത്തിലിട്ടാലേ നമുക്ക് സമാധാനം കിട്ടൂ. അത് തന്നെയാ പറഞ്ഞേ. നമുക്കേ കബൂലാക്കേ. ഈ നായിന്റെ മോനെ കൊണ്ട് ഇതുപോലെ നടക്കുവോ? നാളെ ഭൂമിയിൽ അവന്റെ അവസാനത്തെ ദിവസമായിരിക്കണം.
tomorrow must be his last day, and today's supper must be his last supper. Don't worry. There is no bullet in this. That one bullet is only for him. Things will come back as far as I'm concerned. Is it okay for you? Your Highness Pratap Verma? Very much enough. വരണം സാറേ. അതെ, ഒരു പത്രയ്ക്ക്. എന്താ ഇത്? പ്രസാദം. ഇത്രയും കാലമായിട്ട് ഇന്നരയ്ക്കെന്നെ മനസ്സിലായിട്ടില്ലേ? ഇന്നെങ്കിലും ഇന്നെന്താ പ്രത്യേകത? സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം, അത്രയല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ ഇന്നലെ വിശ്വസിക്കുന്ന ദൈവങ്ങളില്ല, അവരുടെ അത്ഭുതങ്ങളുമില്ല. മനുഷ്യ പ്രയത്നവും മനസ്സിന്റെ നന്മയും മാത്രമേ ഉള്ളൂ. ഹാർദിക്ക് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചാൽ മതി. ആര് പ്രാർത്ഥിച്ചാലെന്താ? ഐശ്വര്യം നിങ്ങൾ രണ്ടുപേർക്കുമല്ലേ? അതെ, ഒന്ന് പെട്ടെന്നല്ലേക്ക്. ഇത് പിന്നെ സ്ഥാനാർത്ഥിയുടെ ചീഫ് മിനിസ്റ്റർ കൂടിയാവുമ്പോൾ വോട്ടർമാരെ അധികാരബലത്തിൽ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഡെയിലി റിപ്പോർട്ട് വേണം. വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റും തരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വാരിക്കോരി ചിലവാക്കാൻ ഖജനാവിൽ പണമൊന്നുമില്ല സർ. ഇദ്ദേഹം കൊട്ടാരത്തിലല്ല ജനിച്ചത്, കൊതുകില. കല്യാണം കഴിച്ചത് പോലും 5 പൈസ സൂര്യൻ വാങ്ങിക്കാതെ. ആ പരമനാറി അമ്മായിയച്ഛൻ 5 പൈസ ഒരു സൂര്യനുള്ളൂ. ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് വീട്ടുകാരെ നടക്കുന്നത് പോലും. അല്ല സാർ, നമുക്ക് ഇറങ്ങാം. എന്ത് എനിക്ക് അഭിമാനിക്കാം, രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്നെ എതിരാളിയായി കിട്ടാനും വേണം ഒരു ഭാഗ്യം. യെസ്, ഐ ആം ദ ലക്കിയസ്റ്റ്. തന്നെ പോലെ ഒരു 4th റേറ്റ് എതിരാളിയെ കിട്ടിയതിലല്ല, തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ. അംഗത്തിൽ ഇപ്പൊ വേണ്ട ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ഒരു ജനകോടിക്കും നിന്റെ മന്ത്രിക്കസര നിലനിർത്താൻ കഴിയില്ല. മന്ത്രിക്കസരയിൽ ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പക്കടയിൽ ഇരിക്കുന്നതാണ്. I'm all right.
സാഹസികമായി സാറിന്റെ ജീവൻ രക്ഷിച്ചു. അതെന്റെ കടമയാണ് സാർ. ഗുഡ്. പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ഒരു കസേര ഇല്ലാത്തതുകൊണ്ട് പ്രൊമോഷൻ തരാൻ നിവൃത്തിയില്ല കേട്ടോ. ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും DGPക്ക്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണമെഡൽ, നാഷണൽ ടിവിയിൽ ബയോഡേറ്റയും ബയോഗ്രഫിയും അടക്കം ഒരു ഇന്റർവ്യൂ. എന്താ പോരെ സാർ? താങ്ക് യു സാർ. ഐ ആം വെരി ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്. പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല, തന്റെയും തന്റെ അന്നദാതാക്കളുടെയും ആയുസാണ്. സാറിന്റെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് തന്നെ കുറിച്ച് ഒരു ധാരണയുള്ളൂ. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റും. പക്ഷെ ഒന്നോർത്തോ, തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല. എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക DGPക്ക് ഒരു റേപ്പ്, കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച്. ബി റെഡി ഫോർ ദാറ്റ്.